ഹായ്, വെൽക്കം ബാക്ക്. DD3 എന്തുകൊണ്ടാണ് DD3 ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. ദ ഡി ഈസ് ഹിയർ, ഡയറക്ടർ ഡി ഈസ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഈ വീഡിയോന്റെ താഴെ കാണാം. എനിവേ NEEK നീക്ക് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം. 1 മിനിറ്റ് 9 സെക്കൻഡ് ഉള്ള ടൈറ്റിൽ അനൗൺസ്മെന്റ് റിവീൽ ഗ്ലിംസ് വീഡിയോ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. സോ നേരെ നമുക്ക് പോയിട്ട് കാണാം. ഡയറക്റ്റഡ് ബൈ ധനുഷ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ரெடி ரெடி. காதல்னா என்ன? ஐயோ வேணாம் ப்ரோ. வர்றது போறதெல்லாம் காதலா? பின்ன வர்றதும் காதல், போறதும் காதல், காதல், காதல். Prakash Kumar music. Written and directed by Dhanush. Right official, Chennai. Anika Surendra. Oh, nice. Matthew Thomas. Checken Leo Station അടിച്ചു വീണു. ഓ, പ്രിയ പ്രകാശ് காதல் போறதும் காதல் காதல் காதல். நிலவுக்கு என்மேல் என்னடி கோபம். நிலவுக்கு என்மேல் என்னடி கோபம், வரதும் காதல் പോറതും കാതൽ കാതൽ കാതൽ. നൈസ്. സോ ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ മാത്യു തോമസ് ഉണ്ടോ ഞാൻ വിചാരിച്ചില്ല. ലിയോയ്ക്ക് ശേഷം പുള്ളിക്കാരൻ തമിഴിനെ ഒരു ആറാടും എന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സിനിമ വരും വിചാരിച്ചില്ല. ഇനിയിപ്പോ വേറെ എന്തൊക്കെയോ സിനിമ ഉണ്ടോന്ന് ആർക്കറിയാം. എനിവേ ധനുഷ് ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ പറയാനുള്ളത് ആനിക സുരേന്ദ്രൻ, പ്രിയ പ്രകാശ് വാര്യർ അല്ലേ, അങ്ങനത്തെ ഫുൾ നെയിം. എന്തായാലും അവര് അങ്ങനെ കുറെ ആളുകളുണ്ട് കേട്ടോ. ധനുഷ് ഉണ്ടാവുമല്ലോ, ഡയറക്ടർ ആണെങ്കിൽ പോലും മെയിൻ ആള് മൂപ്പരനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറെ വേറെ ആരൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും മ്യൂസിക് വൈസ് അടിപൊളി. പിന്നെ എല്ലാരും പറയുന്നൊരു സംഭവം, ഇതിന്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ വന്നപ്പോ, അതായത് DD3 എന്ന് പറഞ്ഞ് വന്നപ്പോ 2 അമ്പിളിമാമൻ ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ ഒരു 3യും ഇട്ടൊരു സംഭവമായിരുന്നു. പക്ഷെ ആ പോസ്റ്ററുടെ ലുക്ക് നമുക്ക് ലാലാലാൻഡിന്റെ ഒക്കെ ഒരു ഫീൽ തോന്നുന്ന രീതിയിലായിരുന്നു അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ. സോ ക്രിയേറ്റിവിറ്റി അടിപൊളിയാന്ന് അവർ കുറെ ആളുകൾ പറഞ്ഞിരുന്നു. എനിക്ക് പെട്ടെന്ന് ലാലാലാൻഡാണ് ഓർമ്മ വന്നത്. അതിന്റെ താഴെ 2-3 കമന്റ്സിലും അത് ഉണ്ടായിരുന്നു തോന്നുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാലാലാൻഡ്. സോ അത് ഭയങ്കര രസമായിട്ട് വന്നിരുന്നു. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴും ആ മ്യൂസിക്കും മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സംഭവം, ഒരു ലവ് സ്റ്റോറി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവുക്ക് എന്മേൽ എന്നടി കോപം, ആ പേരിൽ തന്നെ ഒരു പ്രണയം ഉണ്ട് എന്നാണ് തോന്നുന്നത്. കോഴ്സ് വെറുതും കഥൽ പോറതും കഥൽ, എല്ലാം കാതലാണെന്നാണ് പറഞ്ഞത്. സോ നല്ല അടിപൊളി സാധനമായിരിക്കും. ഇപ്പൊ കാതൽ എന്ന് പറയുമ്പോൾ കാതൽ ദ കോർ എന്നും കൂടെ ഓർമ്മ വരും. ആ കാതലല്ല, ഇത് ശരിക്കും ലവ് സ്റ്റോറിയാണ്, പ്രണയം. അത് കോർ അല്ല, അതിനപ്പുറത്തേക്ക്. ഇപ്പൊ ധനുഷ് ഡയറക്ട് ചെയ്യുന്നു, അടിപൊളി. GV പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോഴേ ഒരുപാട് ആളുകൾ പറയുണ്ടായിരുന്നു ഒരു ലവ് സ്റ്റോറി ലവ് സ്റ്റോറി ലവ് സ്റ്റോറി. അങ്ങനെ ഫുൾ ലവ് സ്റ്റോറിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് താഴെ ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് അറിയുന്നത് ലവ് സ്റ്റോറി ആയിരിക്കുന്നു. ഇപ്പോ പേരും കൂടെ കേട്ടപ്പോൾ അടിപൊളി. എന്തായാലും നല്ല പേര്, ഒരു ഇൻട്രസ്റ്റിംഗ്, ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലാണ്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് മ്യൂസിക് ആണെങ്കിലും അതിന്റെ കളറിങ് കാണുമ്പോൾ, ഇപ്പൊ ബ്രോഡ് ആടി മലയാളത്തിൽ സിനിമ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു കളറിങ് കണ്ടില്ല, നല്ല ഭയങ്കര കളർഫുൾ ആണ്. ഒരു സ്ക്രീൻ, ഒരു ഫ്രെയിം കളർഫുൾ ആണ്. സോ അത്തരത്തിലാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴും ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് തന്നെ ആയിരിക്കും അത്തരത്തിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫീൽ ഗുഡ് ലവ് സ്റ്റോറി, അത്തരത്തിലൊരു സാധനം ആവാനാണ് സാധ്യത. സോ എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. അത്രേ.